ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാംഗ്ലൂർ സ്റ്റൈലിൽ പുലാവാണ്. സോ അതിൽ ഇപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മീഡിയം സൈസിൽ 2 ഉരുളൻകിഴങ്ങ്, ഒരു 10 ബീൻസ്, ഒരു 2 ക്യാരറ്റ്, മല്ലിയില കുറച്ച്. ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം വേറെ ഒരു പാത്രത്തിൽ ഒരു ടൊമാറ്റോ, വെളുത്തുള്ളി ഒരു 7-8 പീസ്, ഇഞ്ചി ഒരു കഷ്ണം, മുളക് 3 എണ്ണം, സവാള ഒരു 2 എണ്ണം. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും മാറ്റി വെക്കാം. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ രണ്ടാമത് എടുത്ത പ്ലേറ്റിൽ ടൊമാറ്റോ, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, സവാള ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് അരച്ചെടുക്കാം. ടേസ്റ്റ് രീതിയിലായതിനു ശേഷം നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്കതിനകത്ത് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച ആ ബീൻസും ക്യാരറ്റും എല്ലാം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇതിനെടുക്കുന്നത് പൊന്നിയുടെ പച്ചരിയാണ്, അതായത് നൈസായിട്ടുള്ള അരി, അത് 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗരം മസാല ഒരു 1/2 സ്പൂൺ ചേർക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മുമ്പേ നമ്മൾ എടുത്തത് 1 ഗ്ലാസ് അരിയായിരുന്നു, അപ്പം അതിന് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത്, എന്നിട്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം മൊത്തത്തിൽ നമ്മൾ ഈ മസാല ചോറും എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ പുലാവ് റെഡിയായി. സോ ഇതേപോലെ ഇനിയും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഗൈസ്.